These program brought to you by Bin Musa Travels, Dubai and Abu Dhabi. Lucky Center and Lucky Department Store, Ajuma. Al Hamour Restaurant, Al Bidia and Dibba. നമസ്കാരം. അവർ ടി വി 24/7 അക്ഷരപ്പുലരിയിലേക്ക് സ്വാഗതം. കവിതകൾ അനുവാചകർക്ക് മനോഹരമായ അനുഭൂതികൾ സമ്മാനിക്കുന്ന ഒന്ന് മാത്രമല്ല, അത് മുറിവേറ്റവർക്ക് മരുന്നും വേദനിക്കുന്നവരുടെ പ്രതീക്ഷയും അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദവും കൂടിയാവുന്നതാണ്. അത്തരത്തിലാണ് കവിത എഴുതുന്നത് കാര്യപ്പെട്ട ഒരു ഉത്തരവാദിത്വം കൂടിയാവുന്നത്. അത്തരത്തിൽ UAE സാഹിത്യ സാംസ്കാരിക മേഖലയിൽ തൻ്റേതായ സാന്നിധ്യം അറിയിക്കുന്ന ഭാരത് സേവക് സമാജ് കവിതാ അവാർഡ്, പാം അക്ഷരതൂലിക അവാർഡ്, ഭാരത് ദളിത് സാഹിത്യ അക്കാദമി അവാർഡ് എന്നീ പുരസ്കാരങ്ങളുടെ ജേതാവായ ശ്രീമതി ഉഷ ടീച്ചറാണ്, ഉഷ ഷിനോജാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം ടീച്ചർ. ഈ പറഞ്ഞതുമാതിരി കവിതയ്ക്ക് പലതരത്തിലുള്ള നിർവചനങ്ങളുണ്ട്. ടീച്ചർക്ക് എന്താണ് കവിത? ഒരു നിർവചനങ്ങൾക്കപ്പുറം ജീവിതം തന്നെയാണ് കവിത എന്നുള്ളതാണ്. നമുക്ക് കവിതയെ കണ്ടെത്തേണ്ടതില്ല. കവിത നമ്മളിലേക്ക് വന്നു ചേരുന്നു. നമ്മുടെ ജീവിതം, നമ്മുടെ പരിസരങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ, നാം പിന്നിട്ട വഴികൾ, നാം കണ്ടുമുട്ടിയവർ, ഇതെല്ലാം തന്നെ കവിതയാണ്. ഇതെല്ലാമാണല്ലോ ജീവിതം. അതുകൊണ്ട് തന്നെ കവിത ജീവിതം തന്നെയാണ്. എപ്പോഴാണ് ആ തരത്തിൽ കവിത ടീച്ചറോടൊപ്പം കൂടിയത്? കവിതയുടെ ഒരു ടീച്ചറുടെ കുട്ടിക്കാലം മുതൽക്ക് എഴുത്തിൻ്റെ തുടക്കം? തീർച്ചയായിട്ടും അതൊരു സ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെയാണ്. ജീവിതം എപ്പോഴും അതിൻ്റെ ഏറ്റവും നല്ല വർണ്ണത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയം നമ്മുടെ ബാല്യകൗമാരങ്ങളാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ സ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെ നമുക്ക് അധ്യാപകരായിട്ടും അതുപോലെ വീട്ടിലെ അച്ഛൻ, അതാണ് ഏറ്റവും കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അന്ന് തൊട്ടേ നന്നായി വായിക്കുമായിരുന്നു. എന്ന് തൊട്ട് എഴുതി തുടങ്ങി എന്ന ചോദ്യത്തേക്കാൾ പ്രസക്തി എന്ന് തൊട്ട് വായിച്ചു തുടങ്ങി എന്നുള്ളതാണ്. വളരെ അഭിമാനത്തോടു കൂടി ഓരോ ജന്മദിനത്തിനും ഒരു പുസ്തകം സമ്മാനം തന്നിരുന്ന, ഞങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള വായനശാലകളിലും ക്ലബ്ബുകളിലും ഒക്കെ മെമ്പർഷിപ്പ് എടുത്ത് പുസ്തകങ്ങൾ വായിക്കാനായിട്ട് എന്നും പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു അച്ഛൻ. അതുപോലെ തന്നെ സ്കൂളിൽ തൊട്ടേ എൻ്റെ സ്കൂളിലെ അധ്യാപകരും. അപ്പോൾ അന്നത്തെ ഒരു കാലം തൊട്ടേ എഴുത്ത് എൻ്റെ ഉള്ളിലുണ്ട്. അത് എത്രമാത്രം സീരിയസ് ആയിട്ടാണ് എന്നുള്ളതൊക്കെ പിന്നീട് വരുന്നതാണ്. പക്ഷേ എഴുതാനുള്ള ആ ഒരിഷ്ടം, നാം കാണുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരിഷ്ടം എഴുത്ത് അന്നേ ഉണ്ട്. എഴുതുന്ന ഒരാൾ ആയിരിക്കുക എന്നതിന് വായന അപ്പോൾ അവിഭാജ്യമായ ഒരു ഘടകമാണ് എന്നാണ് ടീച്ചർ കരുതുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വായന എഴുത്തിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അവിഭാജ്യമാണ് എന്നുള്ളതിനേക്കാൾ വായിക്കുന്നത് നല്ലതാണ്. നമുക്കിപ്പോൾ വായനയൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിലും അയാൾക്ക് കാണുന്ന ജീവിതത്തിനെ അയാളുടേതായ ഭാഷയിൽ പകർത്തുന്നതിന് അവിഭാജ്യം എന്ന് പറയാനാകില്ല. പക്ഷെ നമ്മുടെ എഴുത്തിൻ്റെ ആ ഒരു നിറത്തെ നിർണ്ണയിക്കുന്നത്, ആ എഴുത്തിൻ്റെ ആ ഒരു ഇച്ഛയെ നിർണ്ണയിക്കുന്നതിലെല്ലാം തന്നെ വായന ഒരുപാട് പങ്കുണ്ട്. ടീച്ചറുടെ കവിതാ സമാഹാരങ്ങളുടെ പേരുകൾ കാക്കുരുത്തി, കറുപ്പ് കവിതകൾ, പേരില്ലാത്തവരുടെ നീലാകാശം, മുഖം മൂടി മരം, പെരുവിരൽ, കനൽ പെയ്ത കൃഷ്ണപക്ഷങ്ങൾ എന്നിങ്ങനെയാണ്. ഒരു പുസ്തകത്തിന് പേര് നൽകുമ്പോൾ അതിന് പിന്നിലെ മനഃശാസ്ത്രം എന്താണ് എന്നൊരു സ്വാഭാവികമായ കൗതുകം എനിക്കുണ്ട്. ഈ പേരുകൾ അതത് കവിതാ സമാഹാരങ്ങളിലെ ഏതെങ്കിലും കവിതകളുടെ പേരുകളാകാം, അല്ലാതെയുമാകാം. ഓരോന്നിൻ്റെയും ഓരോ പേരിനു പിറകിലെയും ഒരു പ്രചോദനം, അതിനെക്കുറിച്ച് പറയാമോ? എൻ്റെ കവിത എങ്ങനെ അടയാളപ്പെടുത്തണമെന്ന് ചോദിച്ചാൽ, ഒരു പ്രതിഷേധത്തിൻ്റെ കവിത അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിൻ്റെ കവിത, ഒരു മൃദുഭാഷ സംസാരിക്കുന്ന ഒരു കവിതയേക്കാൾ എൻ്റെ കവിത അടയാളപ്പെടുത്തപ്പെടുന്നത് തീർച്ചയായും നിലപാടുകളുടെ കവിത, പ്രതിരോധത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ കവിത എന്നുള്ള രീതിയിലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞാൻ ഓരോ പേരുകളെയും നോക്കി കാണുന്നത്. കാക്കുരുത്തി അതൊരു സ്ത്രീപക്ഷ കവിതയാണ് ആവണം. പേരില്ലാത്തവരുടെ നീലാകാശം തീർച്ചയായിട്ടും പലായനം ചെയ്യപ്പെട്ടവർ, നമുക്ക് നിതാന്തമായ പലായനങ്ങൾ നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നുണ്ട്. കുടിയിറക്കപ്പെടുന്നവർ, അങ്ങനെയുള്ളൊരു അവർക്ക് വേണ്ടിയുള്ള ശബ്ദമാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ കനൽ പെയ്ത കൃഷ്ണപക്ഷങ്ങളായാലും ആ പേര് എനിക്ക് ഒരു കവിതയുടെ മുഖമാണല്ലോ. അപ്പോൾ സത്യത്തിൽ അങ്ങനെ അടയാളപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ടീച്ചർ, മുഖംമൂടി മരം എന്ന കവിതാ സമാഹാരത്തിന് ടീച്ചർ നൽകിയ സമർപ്പണം ഇങ്ങനെയാണ്: തലമുറകളുടെ തായ്വേരു ചികഞ്ഞ് നിറം, കുലം, വർഗം, വിലാസം ആറ്റിപ്പെറുക്കി അളന്നു തൂക്കി ഒടുവിൽ സ്വന്തം അസ്തിത്വത്തിൽ നിന്നും നിഷ്കാസിതരാക്കപ്പെടുന്ന ഓരോ ഉടപ്പറപ്പിനും. വളരെ ശക്തമായ തീവ്രമായ വരികളാണ്. ഇതുപോലെ നിഷ്കാസിതരാക്കപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള സമർപ്പണം എന്ന് പറയുമ്പോൾ
ഇത്തരത്തിൽ ശക്തമായ രാഷ്ട്രീയം കവിതയിലൂടെ പറയുമ്പോൾ ഒരുപക്ഷെ സമകാലികമായ പരിസരങ്ങളിൽ നിന്നും എതിർപ്പുകൾ ഏതെങ്കിലും തരത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഒരുപക്ഷെ നിശബ്ദമായ എതിർപ്പുകളായിരിക്കും. നിശബ്ദമായത് എന്ന് പറഞ്ഞാൽ പ്രകടമാവുന്നത്, എന്നാൽ ടീച്ചറുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ളത്. അത്തരം കാര്യങ്ങൾക്ക് നേരെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും എനിക്കൊരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ കവിതയെ ഞാൻ എൻ്റെ ഒരു സംവേദനോപാധിയായിട്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ രാഷ്ട്രീയം തന്നെയാണ് എൻ്റെ കവിതകൾ എപ്പോഴും പ്രതിഫലിപ്പിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം കൂടിയുണ്ട്. അപ്പോൾ കവിത ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കവിത ഒരു മൃദുഭാഷാ കവിതയല്ലാതെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത് എൻ്റെ നിലപാടുകളാണ്. അപ്പോൾ നിലപാടുകൾ സംസാരിക്കുന്ന കവിതകൾ തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ മതേതര ബഹുസ്വര ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ കവിത എഴുതുമ്പോൾ തീർച്ചയായിട്ടും അതിലൂടെ എനിക്ക് പറയാനുള്ളത് എൻ്റെ നിലപാടുകൾ തന്നെയാണ്, ഉറച്ച രാഷ്ട്രീയ നിലപാടുകൾ തന്നെയാണ്. എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു നവമാധ്യമങ്ങളിലൂടെയാണ് നമ്മളുടെ സൃഷ്ടികളും നമ്മുടെ വരികളും നമുക്ക് പറയാനുള്ളതും എത്തുന്നത്. അവിടെ എല്ലാം തന്നെ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, വളരെ കടുത്ത ഭാഷയിൽ തന്നെ. പക്ഷേ എതിർപ്പുകൾ ഉണ്ടായാലും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു നിലപാട്. എതിർപ്പുകൾ ഭീരുത്വത്തിന് അവിടെ ഒട്ടും സ്ഥാനമില്ല. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ചെയ്യാനാകുന്നത് അതുമാത്രമാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഒരു കവി എന്ന നിലയിൽ ഏറ്റവും എളിയ രീതിയിൽ ഞാൻ എന്നെ സ്വയം അടയാളപ്പെടുത്തുമ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ കവിതകൾ പറയട്ടെ. എന്ത് എതിർപ്പുകൾ ഉണ്ടായാലും അത് എൻ്റെ രാഷ്ട്രീയം തന്നെ എൻ്റെ കവിതകൾ സംസാരിക്കട്ടെ, എൻ്റെ നിലപാട് തന്നെ എൻ്റെ കവിതകളുടെ വരികളിലൂടെ മുന്നോട്ട് വയ്ക്കപ്പെടട്ടെ എന്നുള്ളതാണ്. ഒരുപക്ഷെ സർഗാത്മകതയിലൂടെ ഇത്തരം എതിർപ്പുകളും നിലപാടുകളും പ്രകടിപ്പിക്കുമ്പോൾ അത് എത്രമാത്രം ജയം കാണുന്നു എന്നൊരു സംശയം ചിലപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഒരു നിരാശ ബാധിക്കുന്ന അവസ്ഥ ഏതെങ്കിലും സംഭവങ്ങളുടെ നേർക്ക് വളരെ തീവ്രമായി നമ്മളൊക്കെ സങ്കടപ്പെടുത്തുന്ന ആനുകാലികമായ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് എന്തിനിത് ചെയ്യണം എന്നാൽ ഒരു നിരാശ, അതിൻ്റെ ഒരു അംശം എവിടെയെങ്കിലും ചിന്തകളിൽ വരാറുണ്ടോ? സ്വാഭാവികമായ ഒരു ലാഞ്ചന. തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് രണ്ട് ഘടകങ്ങളായി തിരിക്കാം. ഒന്ന്, നമുക്ക് സങ്കടപ്പെടുന്ന ഒരു നിരാശയുടേതായിട്ടുള്ളൊരു ഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ചില ആനുകാലികമായിട്ടുള്ള സംഭവങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ ചുറ്റുമുള്ള കുട്ടികളുടെ പീഡനം, പിന്നെ സ്ത്രീവിരുദ്ധമായിട്ടുള്ളൊരു സമൂഹം, നമ്മളെ അടിച്ചമർത്തുന്ന ഒരു സമൂഹം. അപ്പോൾ ചില ഘട്ടങ്ങളിൽ സങ്കടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും എന്തിനിത് ചെയ്യണം എന്നുള്ള ആ ഒരു ഘട്ടം ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഒരു നിരാശയുമില്ല. നമ്മളെന്തൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഇത്രയും ഒരു പ്രവാസ ഭൂമികയിൽ ഇത്രയും കൂടുതൽ നമ്മുടെ ഒരു ജനാധിപത്യ ഇന്ത്യയേക്കാൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിയമസംഹിത നിലനിൽക്കുന്ന ഒരു രാജ്യത്താണെങ്കിൽ പോലും എല്ലാ പരിമിതികളിൽ നിന്നുകൊണ്ട് പോലും നമ്മുടെ എതിർപ്പുകൾ പ്രകടിപ്പിക്കുകയും നമ്മുടെ നിലപാടുകൾ ഉറക്കെ വിളിച്ചു പറയുകയും നമ്മുടെ കൂട്ടായ്മകൾ ഉണ്ടാവുകയും നമ്മുടെ അഭിപ്രായങ്ങൾക്കുള്ള വേദി ഉണ്ടാക്കുകയും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അത് ശരിക്കും തീർച്ചയായിട്ടും ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ്. അതേ സാമൂഹിക പ്രതിബദ്ധത തന്നെയാണ് എല്ലാ സാഹിത്യ പ്രവർത്തനങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഉണ്ടാകേണ്ടതും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം അതുകൊണ്ട് തന്നെ നിരാശ ഒട്ടുമില്ല. എന്നാൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് വിഷമം ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളും ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ്. സർവോപരി നമ്മളും ഒരു മനുഷ്യരാണ് അടിസ്ഥാനപരമായിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും കവിത പലപ്പോഴും പറയുന്നത് പോലെ ഒരു ആശ്രയമോ അങ്ങനെയൊക്കെയാണ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു. അപ്പോൾ ഈ എഴുത്ത് എന്ന പ്രക്രിയയിൽ ഇങ്ങനെ ഏർപ്പെടുമ്പോൾ ഇത്തരത്തിൽ സമത്വം പ്രഖ്യാപിക്കുന്ന കവിതകൾ, ധീരത വിളിച്ചു പറയുന്ന കവിതകൾ, അത്തരത്തിലുള്ള എഴുത്തുകൾ നടത്തുമ്പോൾ സ്വാഭാവികമായ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സ്വന്തം ആത്മധൈര്യം അത് ഉയർത്തുന്നുണ്ടോ? ആ സർഗാത്മക പ്രക്രിയ ഒരു വ്യക്തി എന്ന രീതിയിൽ അവനവനെ കുറച്ചുകൂടി പരുവപ്പെടുത്തുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ ഇത്തരം ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, ഒരു അധ്യാപക വൃത്തിയിൽ മാത്രമായിരുന്നു എങ്കിൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അത് വ്യത്യാസപ്പെടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു അതിജീവനം, ഒരു തൊഴിൽ എന്ന് പറയുന്നത് നമ്മളൊരു പറഞ്ഞ പോലെ ഒരു പ്രവാസ ഭൂമികയിൽ അതൊരു അതിജീവനം കൂടിയാണ്. അതോടൊപ്പം തന്നെ എന്നെ ഒരിക്കലും ഞാനായി തന്നെ നിലനിർത്തുക എന്നുള്ള ധർമ്മമാണ് നമ്മൾ എഴുതുമ്പോഴും വായിക്കുമ്പോഴും. ഏത് ചെറിയൊരു രാഷ്ട്രീയ സാമൂഹിക സർഗാത്മക പ്രവർത്തനങ്ങളിൽ തന്നെ നമ്മളായി നിലനിർത്തുക എന്നുള്ളതാണ്. ജോലി തീർച്ചയായിട്ടും അതൊരു നമ്മൾ പറയുന്ന പോലെ ഒരു ഉപജീവനം എന്നുള്ള രീതിയിൽ നമുക്കത് ഉണ്ടാകാതെ വയ്യ. അപ്പോൾ ഒരു അധ്യാപിക ആയിരുന്നില്ലെങ്കിൽ പോലും
മറ്റെന്തെങ്കിലും ആയിരുന്നെങ്കിൽ പോലും ഞാൻ എഴുതുമായിരുന്നു, തീർച്ചയായിട്ടും എഴുതുമായിരുന്നു, വായിക്കുമായിരുന്നു, പ്രതികരിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, നമ്മൾ നമ്മുടേതായിട്ടുള്ള കൂട്ടങ്ങളിൽ ഉണ്ടാകുമായിരുന്നു. അതേസമയം അധ്യാപിക ആയതുകൊണ്ട് ഈ അധ്യാപക വൃത്തി എഴുത്തുമായി വളരെയധികം പൂരകമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റു തൊഴിലുകളെ അപേക്ഷിച്ച് ഒരു സാമ്യത അല്ലെങ്കിൽ ഇടപെടുന്ന പ്രവൃത്തികളിലുള്ള ഒരു പൂരണപ്പെടൽ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട്, അങ്ങനെ തോന്നുന്നുണ്ട്. അത് എത്രത്തോളം പരസ്പരം എളുപ്പപ്പെടുത്തുന്നുണ്ട്? അത് ഒരു അധ്യാപനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ഇടപഴകുന്നത് കുട്ടികളുടെ കൂടെയാണ്, വിവിധ പ്രായത്തിലുള്ള കുട്ടികൾ. ഇപ്പോൾ ഒരു അധ്യാപനത്തെക്കാൾ കുറച്ചുകൂടി ഒരു നേതൃത്വ രീതിയിലേക്ക് നമ്മൾ വരുമ്പോൾ, അധ്യാപനത്തിൽ തന്നെ നമ്മൾ വരുമ്പോൾ നമ്മൾ ഇടപഴകുന്ന ഒരു സമൂഹമുണ്ട്. അത് വ്യത്യസ്ത പ്രായത്തിലുള്ള കുട്ടികൾ, ബാല്യം, കൗമാരപ്രായം കഴിയുന്ന അധ്യാപകർ, പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികളുടെയൊക്കെ പാരൻസ്. അപ്പോൾ ഇവരുമായിട്ടൊക്കെ നമ്മൾ ഇടപഴകുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റിലുള്ള വ്യത്യസ്ത ഒരു വയസ്സിൻ്റെ ആ ഒരു ഗ്രൂപ്പിലുള്ള അവരുടെ ജീവിതം നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റും. ഓരോരുത്തരും കടന്നു പോകുന്നത്, ഓരോരുത്തരുടെയും ചിന്തകൾ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു നിത്യമായിട്ട് നമ്മളൊരു അതായത് ഒരു കുട്ടിയിലേക്കും ഒരു മുതിർന്ന ആളിലേക്കുള്ള സംക്രമണം ഏറ്റവും അത് ഈസി ആക്കുന്നു എന്നുള്ളതാണ്. കവിതയെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എപ്പോഴും ലൈവായിട്ട് ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. സമരസപ്പെടലിനേക്കാൾ നമുക്ക് കൂടുതലായിട്ടും ആശയവിനിമയത്തിലൂടെ, പിന്നെ ഓരോരുത്തരുടെയും ചിന്തകളിലൂടെ, ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ എപ്പോഴും നമ്മൾ ലൈവായിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന നമ്മുടെ വായനകളെല്ലാം തന്നെ നമുക്ക് ഈ കുട്ടികളിലേക്ക് എത്താനായിട്ട്, ഇപ്പോൾ നമ്മൾ പറയും വർത്തമാനകാലത്തിലെ കുട്ടികൾ വായിക്കുന്നില്ല എന്നുള്ളത്, അതെല്ലാം തെറ്റാണ്. അവർ വായിക്കുന്നു, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള സങ്കേതങ്ങളിലൂടെ അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന സങ്കേതം. അപ്പം നമ്മൾ എപ്പോഴും ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് കുട്ടികളുമായിട്ട് ഒരു ആശയ വിനിമയത്തിനൊരു സമയമുണ്ടായാൽ നമ്മൾ വായിക്കുന്ന പുസ്തകത്തെക്കുറിച്ചും നമ്മൾ കണ്ട ജീവിതത്തെക്കുറിച്ചും കുട്ടികളോട് നമുക്ക് സംസാരിക്കാനുള്ളൊരു വെന്യൂ ഉണ്ടാകുന്നു. അതൊരു മറ്റു ജോലികളെക്കാൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും അത് വളരെ വാസ്തവമാണ്. അത്തരത്തിൽ പറയുമ്പോൾ ടീച്ചർ നാട്ടിൽ അധ്യാപികയായി ജോലി ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ഏകദേശം ഒരു 6-7 വർഷത്തോളം. അപ്പോൾ നമ്മളൊരു താരതമ്യം നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ നാട്ടിലെ കുട്ടികളെയും ഇവിടുത്തെ കുട്ടികളെയും, അല്ലെങ്കിൽ നാട്ടിൽ ഒരു അധ്യാപികയായിരിക്കുന്നതും ഇവിടെ ഒരു അധ്യാപികയായിരിക്കുന്നതും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ അതെങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഒരുപക്ഷെ പുസ്തകങ്ങളുടെയും വായനയുടെയും ലോകത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും നാട്ടിലെ അധ്യാപനം എന്ന് പറയുന്നത് ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ശരിക്കും കാലം എന്ന് പറയുന്ന ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ആ വ്യത്യാസത്തിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് കുട്ടികൾ എല്ലായിടത്തും എന്നും എവിടെയും കുട്ടികൾ തന്നെ എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു അധ്യാപനം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള, മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള കുട്ടികളുമായിട്ട് നമ്മൾ ഇൻ്റർനാഷണൽ സ്കൂളുകളിലെല്ലാം അങ്ങനെ വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ഒരു വ്യത്യാസം എന്ന് വെച്ച് പറയുമ്പോൾ അവർ വ്യാപരിക്കുന്ന ഭാഷയുടെ മേഖലകളിലുള്ള വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അവരുടെ കൾച്ചർ, അവരുടെ സംസ്കാരം, അതെല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ ആത്യന്തികമായി കുട്ടികളെല്ലാം തന്നെ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന, കഥകളെ സ്നേഹിക്കുന്ന, തീർച്ചയായിട്ടും ആഭിമുഖ്യം വ്യത്യാസപ്പെടുന്നു എന്നല്ല, അതിന് ശരിക്കും അവരുടെ ഭാഷയോ അല്ലെങ്കിൽ അവരുടെ സംസ്കാരമോ അല്ലെങ്കിൽ അവരുടെ മേഖലയോ അവർ ഏത് രാജ്യത്തെ അവരുടെ ആ നാഷണാലിറ്റിയോ അതിലൊക്കെയുള്ള ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷെ ആത്യന്തികമായി കുട്ടികളെല്ലാം തന്നെ കഥകൾ കേൾക്കാനും കാലത്തിൻ്റെയും പക്ഷെ കുട്ടികളെല്ലാം തന്നെ കഥകളും കവിതകളും കഥാപാത്രങ്ങളെയും നാടകങ്ങളെയും സിനിമകളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. തീർച്ചയായിട്ടും വലിയൊരു പ്രതീക്ഷയാണത്, അല്ലേ? കാലം എത്ര കടന്നു പോയാലും കാലത്തിൻ്റെതായ മാറ്റങ്ങൾ ഒഴികെ കുട്ടികളെന്നും കുട്ടികളായി നിൽക്കുന്നു എന്നുള്ളതും അവർക്ക് ഈ വക ഇഷ്ടങ്ങളെല്ലാം നിലനിർത്തുന്നു എന്നുള്ളതും നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ്. ഒരു ശരാശരി സ്ത്രീ ആവേണ്ടുന്ന അളവുകോലുകളിൽ നിന്ന് വ്യത്യാസപ്പെട്ട് മാത്രമാണ് ഒരു കലാകാരിക്ക് അല്ലെങ്കിൽ സർഗാത്മകതയുള്ള ഒരു സ്ത്രീക്ക് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന അഭിപ്രായത്തോട്, അല്ലെങ്കിൽ ആ ഒരു കണ്ടെത്തൽ ശരിയാണ് എന്ന് ടീച്ചർക്ക് തോന്നുന്നില്ലേ? ഏതൊരു സ്ത്രീയിലും നമ്മളൊരു സംഖ്യാരേഖ എടുക്കുന്നത് പോലെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരറ്റവും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരറ്റവും എന്ന് പറയുന്നത് പോലെ ഒരു ശരാശരി സ്ത്രീ തന്നെയാണ് വിവിധ പരിണാമങ്ങളിലൂടെ നമ്മൾ ഈ പറയുന്ന
ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അവളുടെ ശക്തി അവൾ കണ്ടെത്തുന്നു. അതിന് ഏറ്റവും കൂടുതൽ സാഹചര്യങ്ങൾ കാരണമാകുന്നു എന്നുള്ളതാണ്. അതായത് തണലിൽ നിൽക്കുന്നതും തണൽ കൊടുക്കുന്നതും ആയിട്ടുള്ള ആ രണ്ട് വാക്കുകളുടെ വ്യത്യാസം പോലെ എവിടെയെല്ലാം അവൾ അരക്ഷിതയാകുന്നുവോ, എവിടെയെല്ലാം അവൾക്ക് സ്വയം തണലാകേണ്ടി വരുന്നുവോ, എവിടെയെല്ലാം അവൾക്ക് സ്വയം തൻ്റെ ശക്തി ആർജിക്കേണ്ടി വരുന്നുവോ, ആ പരിസരങ്ങളെല്ലാം തന്നെ ആ സ്ത്രീയെ പരുവപ്പെടുത്തുന്നു. അതായത് നമ്മൾ ഈ പറഞ്ഞ ശരാശരി സ്ത്രീയിൽ നിന്നും ശക്തയായിട്ടുള്ള ഒരു സ്ത്രീയിലേക്കുള്ള ആ പരിണാമം തീർച്ചയായിട്ടും അവളിലൂടെ തന്നെ സംഭവിക്കുന്നതാണ്. അത് എത്രത്തോളം ബുദ്ധിമുട്ട് നിറഞ്ഞതാണ് സ്വന്തം അനുഭവത്തിൽ നിന്നും പറയുകയാണെങ്കിൽ? തീർച്ചയായിട്ടും നമ്മളെ പോലെ വളരെ സാധാരണയായിട്ടുള്ളൊരു ശരാശരി കുടുംബത്തിൽ നിന്നും നമ്മൾ ഇങ്ങനെ ഒരു പ്രവാസ ഭൂമികയിലെത്തുന്നു. ഇവിടെ നമ്മളൊരു ജോലിയിലാകുന്നു, നമുക്ക് നമ്മുടേതായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ ആ ജോലി നമുക്ക് ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു എഴുത്തുകാരി എന്നുള്ളൊരു മേൽവിലാസം ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും അതിൽ വെല്ലുവിളികളുടേതായിട്ടുള്ള ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെതായാലും ഒരു അതിജീവനത്തിൻ്റെ വഴിയിലായാലും വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നാം കടന്നു പോകേണ്ട കനൽ വഴികളെല്ലാം നമ്മുടേത് മാത്രമാണെന്നുള്ള തിരിച്ചറിവിൽ ചവിട്ടിക്കടന്നുകൊണ്ട് തന്നെ നമുക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരു മുൾവഴികളും ആ വഴിയെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് നമുക്ക് പോകുന്നതിനുള്ള വഴികളിൽ ഒരു മുള്ളുണ്ടെങ്കിൽ അത് എടുത്തു കളഞ്ഞോ ചവിട്ടിയോ തിരിച്ചു പോകേണ്ടതാണെന്നുള്ള തിരിച്ചറിവ് അതുതന്നെയാണ് സർഗാത്മകതയിലും വരുന്നത്. അതിനൊരിക്കലും നമ്മൾ തരണം ചെയ്യേണ്ടുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് നമ്മൾ ഒരു വെല്ലുവിളിയായി തന്നെ നമ്മളതിനെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ടീച്ചറുടെ കവിതാ വായനയിലേക്ക്, കവിതാ കേൾവിയിലേക്കും ഒക്കെ വരികയാണെങ്കിൽ എത്തരത്തിലുള്ള കവിതകളാണ് വ്യക്തിപരമായി ആസ്വദിക്കാനും കേൾക്കാനും ഒക്കെ താല്പര്യപ്പെടുന്നത്? ഇത് വളരെ ഒരു വലിയൊരു യാഥാർത്ഥ്യം തുറന്ന് നമുക്ക് സമ്മതിക്കാതെ വയ്യ. കാരണം വായന വളരെ നമ്മുടെ ഈ തിരക്ക് എന്തെല്ലാം ന്യായീകരണങ്ങൾ ഉണ്ടെങ്കിലും വായന കുറയുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തുകയാണ്. മുമ്പ് വായന എന്ന് വെച്ചാൽ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ വായിച്ചില്ലല്ലോ, വായിക്കേണ്ടതല്ലേ എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വായിക്കുന്നത്, സമയപരിധികളായാലും എന്തായാലും. പക്ഷേ എനിക്ക് കേൾക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സച്ചിദാനന്ദൻ, അദ്ദേഹത്തിൻ്റെ കവിതകൾ, പുതിയ തലമുറയിലാണെങ്കിൽ വിനീഷ് മണിയൂർ പോലെ, പിന്നെ കുഴൂർ വിൽസൺ, പിന്നെ അതുപോലെ കമറുദ്ദീൻ ആമയം പോലെ, അനൂപ് ചന്ദ്രൻ, നമ്മുടെ അങ്ങനെ ഒരുപാട് നല്ല കവികൾ നമുക്ക് ചുറ്റുമുണ്ട്. വായിക്കുന്നതിനായാലും എല്ലാ കവിതയിലും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ, ഓരോ കവിതകളുടെ പുതിയ ശൈലികൾ, കാലികമായിട്ട് കവിതയ്ക്ക് സംഭവിക്കുന്ന പരിണാമങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നു, മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു, ശൈലികൾ ഉൾക്കൊള്ളുന്നു. കവിത ഒരുപാട് പരുവപ്പെട്ട് കഴിഞ്ഞല്ലോ, വളരെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പരിണാമത്തിലൂടെ കവിത വന്നെത്തിക്കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കവിതയും ആശ്രയിക്കുന്നു എന്ന് തന്നെ നമ്മൾ ആസ്വദിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതേസമയം കഥയിലും നോവലിലും ഒക്കെ സംഭവിക്കുന്ന ഒരു വിപ്ലവം, പുതിയ രീതിയിലുള്ള എഴുത്ത് സങ്കേതങ്ങൾ കവിതയിൽ സംഭവിക്കുന്നില്ല എന്നൊരു ആരോപണം പല കവികൾക്കുമുണ്ട്. കവിത പലപ്പോഴും പിന്നോട്ട് സഞ്ചരിക്കുന്നു, മുന്നോട്ട് സഞ്ചരിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇന്ന രീതിയിൽ മാത്രമാണ് കവിത എഴുതാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ഇന്ന രീതിയിലായിരിക്കണം നമ്മൾ കവിത എഴുതേണ്ടത്. ആധുനികമായ കുറെ കൂടി പഴയകാല നിർമ്മിതികളുണ്ടല്ലോ കവിതകളുടെ, പല രീതിയിലുള്ള കവിത എഴുത്തുകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചില പ്രത്യേക കവിതകളെ മാറ്റി നിർത്തുന്നത്, ചില പ്രത്യേക കവിതകളെ കൂടുതൽ ചില പ്രത്യേക കവിതകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നത്, അത്തരത്തിലുള്ള വിഭാഗീയതകളൊക്കെ കണ്ടിട്ടുണ്ടോ കവിത? ഏതൊരു സാഹിത്യ പ്രവർത്തനവും സ്വതന്ത്രമാവണം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ചോദ്യത്തിനൊക്കെ നമുക്ക് അടിവരയിടാനുള്ളത്. നമ്മളൊരിക്കലും ചങ്ങലക്കെട്ടുകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ആകാവൂ നമ്മൾ എന്നുള്ളതല്ലാതെ കാലികമായിട്ടുള്ള മാറ്റങ്ങളെ ജനകീയമാവുക കവിത എന്നുള്ളതാണ്. നമ്മൾ പ്രാസവും അലങ്കാരവും വൃത്തവും എല്ലാം ഭേദിച്ചുകൊണ്ട് കവിത ജനകീയമാകുന്ന ഒരു കാഴ്ച നമ്മൾ സന്തോഷത്തോടു കൂടി ഇരുന്ന് കാണുന്നവരാണ് അല്ലേ. പദ്യ കവിതകൾ കഴിയുന്നു, ഗദ്യ കവിതകൾ വരുന്നു, ഹൈക്കു കവിതകൾ വരുന്നു, ഗദ്യ കവിതയിൽ തന്നെ ചെറിയ കവിതകൾ വരുന്നു, ഖണ്ഡശയല്ലാത്ത കവിതകൾ വരുന്നു. എത്രയെല്ലാം കാലികമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ കവിത കടന്നു പോകുന്നു. ഇങ്ങനെ എഴുതണം, ഇതാണ് കവിത, ഇങ്ങനെയേ കവിത എഴുതാവൂ എന്നുള്ളതൊന്നും ഇല്ല. കവിത അത് വായിക്കുന്നവന് മനസ്സിലാക്കണം, അവന് ആസ്വദിക്കാൻ കഴിയണം, ആ കവിത എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. അതുപോലും നിർബന്ധമല്ല. കവിത എഴുതി കഴിഞ്ഞാൽ ചാക്രികമായ ഈ ഒരു രീതി ഉണ്ടല്ലോ,
അതിൻ്റെ ആവർത്തനങ്ങൾ ഒരുപക്ഷെ സംഭവിച്ചേക്കാം. അത് വായിക്കുന്നവൻ്റെയും കേൾക്കുന്നവൻ്റെയും ആസ്വാദന തലത്തിലാണ്. തീർച്ചയായിട്ടും കവി എഴുതുന്ന ഒരു കവിതയെ പോലും മറ്റൊരു രീതിയിൽ വായിക്കുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യം അത് വായനക്കാരനുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യം തന്നെ താൻ എന്തു ചിന്തിക്കുന്നു, തൻ്റെ ചിട്ടവട്ടങ്ങളിൽ വെച്ച് അത് എഴുതുന്നതിനുള്ള സ്വാതന്ത്ര്യം കവിക്കും കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ വിധി നിർണ്ണയിക്കാനൊക്കെ നമ്മൾ ആരാണ് എന്നുള്ളൊരു ചോദ്യം. നമ്മൾ ആരാണ്? നമ്മളൊരു വിധികർത്താക്കളല്ലല്ലോ. അപ്പോൾ കവിതകൾ ഉണ്ടാവട്ടെ, എഴുതപ്പെടട്ടെ, വായിക്കപ്പെടട്ടെ. അതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, അതും ഒരു സാഹിത്യ പ്രവർത്തനമാണ്. നമ്മൾ അങ്ങനെ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. നമ്മളൊരിക്കലും ഒരു കവിയെ അല്ലെങ്കിൽ ഒരു കവിത എഴുതാൻ തുടങ്ങുന്ന ഒരാളെ നമ്മുടേതായിട്ടുള്ള ഒരു വിമർശനത്തിലൂടെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, മറിച്ച് കവിത എഴുതപ്പെടട്ടെ, കവികൾ ഉണ്ടാകട്ടെ കൂടുതൽ. അതാണ് പറയാനുള്ളത്. ഓള് എന്നൊരു കവിതയുണ്ട് ടീച്ചറുടേതായിട്ട്. ഒരുമ്പെട്ടവള് ലോപിച്ച് ഓളായി. 10ാം വയസ്സിൽ അയാളെ അച്ഛനെന്ന് വിളിക്കാൻ വിസമ്മതിച്ചതിന് നീങ്ങിയിരിക്കടി ചെറുമി എന്ന് മാരാത്ത രാധയ്ക്ക് സ്റ്റീൽ ചോറ്റുപാത്രം വെച്ച് മണ്ടയ്ക്ക് കുട്ടിയതിന്, തേക്കിലപ്പൊതിയിൽ മത്തി വിറ്റ് പാഠപുസ്തകം വാങ്ങിയതിന്, തെരണ്ട് വേറെ കിടക്കാൻ നീട്ടിയ തഴപ്പായ ചുരുട്ടി തീയിട്ടതിന്, എനിക്കുള്ള ആണൊരുത്തനെ ഞാൻ കണ്ടെത്തിക്കോളാം മൂപ്പരെ ദല്ലാൾ മൂപ്പി നിന്നെ ചൊടിപ്പിച്ചതിന്, 18ൽ 40കാരന് ചായ അനത്തി ചമയാൻ മനസ്സില്ലെന്ന് പറഞ്ഞതിന്, ഉള്ളൊരുക്കം അറിയാത്ത തറയിലെ മൂത്തന് വെറ്റയും പാക്കും വെക്കാത്തതിന്, ഉൾവെട്ടമില്ലാത്തവരുടെ പൂമുഖത്ത് ഓട്ടുവിളക്ക് തെളിയിക്കാത്തതിന്, ചീറിച്ചികഞ്ഞ ചോദ്യങ്ങളെ കീറിയെറിഞ്ഞ ഉത്തരമായതിന്, തലയിണക്കീഴെ മടവാൾ കരുതലിൽ ഉറങ്ങും ഒരു ഉരുമ്പെട്ടവള് ഓള്. ഈ കവിതയുടെ ജനനം എങ്ങനെയാണ്? നമുക്ക് ചുറ്റും ഓളല്ലാത്തവർ ആരാണ് എന്നുള്ളതാണ് അല്ലേ. നമുക്ക് ചുറ്റും കാണുന്ന ഒരു ഭൂരിപക്ഷ സ്ത്രീ ബിംബമാണ് ഇതിലെ ഓള്. ഭൂരിപക്ഷ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ആ ഒരു പ്രതിബിംബത്തെയാണ് നമ്മളതിൽ കവിതയിൽ ഉടനീളം കാണുന്നത്. അവളിടങ്ങളിൽ എവിടെയെല്ലാം അവൾ എതിർക്കപ്പെടുന്നു, ആരെല്ലാം അവളെ വഴിമുടക്കുന്നു, ആരെല്ലാം അവളെ വിചാരണ ചെയ്യുന്നു, എവിടെയെല്ലാം അവളൊരു സ്മാർത്ഥ വിചാരത്തിന് വിധേയയാകുന്നു, എവിടെയെല്ലാം അവൾ വിധി നിർണ്ണയിക്കപ്പെടുന്നു, എവിടെയെല്ലാം അവൾ വിലക്കപ്പെടുന്നു, എവിടെയെല്ലാം അവളെ അരുതുകൾ കൊണ്ട് ഖണ്ഡിക്കുന്നു. ഇതെല്ലാം തന്നെയാണ് ആ കവിതയിൽ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓളിൽ ഏതെങ്കിലും ഒരു വിശേഷണത്തിന് അർഹയല്ലാത്തൊരു സ്ത്രീ നമ്മുടെ ചുറ്റും വളരെ ഒരു പാർശ്വവൽകൃതമായിട്ടുള്ള ഒരു സ്ത്രീയുടെ നേർക്കാഴ്ചയാണ്. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളിലെല്ലാം ഇങ്ങനെ ഒരു ഓളുണ്ട് എന്നുള്ളതാണ്, ഓളുണ്ടാവണം എന്നുള്ളതാണ് കവിത പറഞ്ഞു വയ്ക്കുന്നത്. ടീച്ചറുടെ സാമൂഹിക പശ്ചാത്തലം, വളർന്നു വന്ന ചുറ്റുപാടുകൾ, ഇതെല്ലാം ഇത്രത്തോളം തീവ്രമായ ആശയങ്ങളും സത്യങ്ങളും കവിതകളിൽ ഒളിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട് അല്ലേ? അത്തരത്തിൽ എന്തെങ്കിലും തീവ്രമായ അനുഭവങ്ങൾ, കുട്ടിക്കാലം, വളർന്നു വന്ന കലാലയ അനുഭവങ്ങൾ ഇത്രത്തോളം രാഷ്ട്രീയപരമായി ഇത്രത്തോളം തീവ്രമായ ആശയങ്ങൾ അതിപ്പോഴും വിടാതെ വെക്കുന്നതിന്? തീർച്ചയായിട്ടും എൻ്റെ വളർന്ന കുട്ടിക്കാലം വളരെ ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള അങ്ങനെ ഒരു ഇടതുപക്ഷ പരിസരത്താണ് ഞാൻ വളർന്നത്. എൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ആ ഒരു ഇടതുപക്ഷം എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ ആ ഒരു പ്രസക്തി ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു പരിസരം ഉണ്ടായിട്ടുണ്ട്. എന്നെ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛനാണ്. തീർച്ചയായിട്ടും ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞതുപോലെ അച്ഛനിലൂടെ ഞാൻ ലോകത്തെ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വാസ്തവം. അത് നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ വിരളി പിടിച്ച് വായിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എപ്പോഴും അത് നമ്മുടെ ഒരു കലാലയ കാലഘട്ടമായിരിക്കും എല്ലാവർക്കും. ആ വായനയിലൂടെ നമ്മളറിഞ്ഞ ജീവിതം, നമ്മുടെ ചുറ്റുമുള്ള സമൂഹം, നമ്മൾ വളർന്നു വരുന്നത്, നമ്മുടെ ചുറ്റുമുള്ള ജാതി, മതം, വർഗം, വർണ്ണം, പാർശ്വവൽകൃതമായിട്ടുള്ളൊരു ഭൂരിപക്ഷം ആ ജനതയുടെ അതിജീവനം, ആ ജനതയുടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടേതായിട്ടുള്ള കഷ്ടതകൾ, ഇതൊക്കെ നമ്മുടെ നേർക്കാഴ്ചകളാണ്. അപ്പോൾ നമ്മളിതൊന്നും തന്നെ അന്വേഷിച്ച് ചെല്ലേണ്ടതില്ല. നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മളിൽ ഒരാളായി നമ്മളിൽ കൂടെ ഇതെല്ലാം നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നിന്ന് തന്നെയാണ്, അങ്ങനെയുള്ളൊരു ജീവിത പരിസരത്തിൽ നിന്ന് തന്നെയാണ് ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ഇത്തരം പരിതസ്ഥിതികളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല എന്നുറച്ച് പ്രഖ്യാപിക്കുന്നത് പോലെ ഇതെല്ലാം തന്നെ നമ്മളെ പരുവപ്പെടുത്തുന്നതിലുള്ള വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ വളർന്നു വരുന്നൊരു തിരിച്ചറിവാകുന്ന ഒരു സമയത്ത് നമ്മൾ എഴുതാനായിട്ട് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എഴുത്തിലുണ്ടാകുന്നത് നമ്മൾ കണ്ടുപരിചയിച്ച നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ജീവിതം തന്നെയാണ്. അപ്പോൾ ആ ഒരു പരിസരത്തിൽ ആ ജീവിതത്തിന്, നമ്മുടെ ചുറ്റുമുള്ള ജീവിതം ഒരിക്കലും ഒരു മിനുസപ്പെട്ട ജീവിതമല്ല. നമ്മൾ കാണുന്നതെല്ലാം തന്നെ ജീവിതത്തിൻ്റെ പരിപരുത്ത മുഖം തന്നെയാണ്. അധ്വാനിക്കുന്ന, എത്ര അധ്വാനിച്ചാലും കഷ്ടത തീരാത്ത, ഒരു ദിവസം ജോലിയില്ലെങ്കിൽ പിറ്റത്തെ ദിവസം പട്ടിണി കിടക്കേണ്ടി വരുന്ന, ജാതിയാലും മതത്താലും വർഗത്താലും വർണ്ണത്താലും ഒക്കെ മാറ്റി വെക്കപ്പെടുന്ന ഒരു ജനത, ആ ജനതയ്ക്ക് നടുവിൽ നമ്മൾ ജീവിതം പടുത്തുയർത്തുന്ന അതെല്ലാം യാഥാർത്ഥ്യങ്ങളാണല്ലോ. നമ്മൾ എത്ര കണ്ണടച്ച് ഇരുട്ടാക്കിയാലും ജാതി എന്നത് സത്യമാണ്, അല്ലേ? ജാതിയുടെ വേർതിരിവുകൾ ഇന്നും സത്യമാണ്, ഗോപ്യമാണ് എന്നുള്ളത് മറ്റൊരു വശം. പ്രത്യക്ഷത്തിലില്ല എന്ന് നമുക്ക് വാദിക്കാമെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ചുറ്റുമുണ്ട്, നമ്മളെ ഗ്രസിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ലാതെ ഒരു സമരസപ്പെടലിൻ്റെ ഭാഷയിലോ മൃദുഭാഷയോ നമുക്ക് വരില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം അത് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ എഴുത്തുകളിലെല്ലാം ചോദിച്ച ആ ഒരു തീവ്രതയുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിലെ വായനയും അതിനാക്കം കൂട്ടിയിട്ടുണ്ടാകും, അല്ലെ? അത്തരത്തിലുള്ള പുസ്തകങ്ങളുമായിരിക്കും നമ്മളിലേക്ക് എത്തിയിട്ടുമുണ്ടാവുക, നമ്മുടെ ആശയങ്ങളെ കൂടുതൽ തീവ്രമാക്കാനും കൂടുതൽ നല്ല രീതിയിൽ പരുവപ്പെടുത്താനും ഒക്കെ. ടീച്ചർ, ദൈവം ചോദിക്കുന്നു എന്നൊരു കവിത വായിക്കുകയുണ്ടായി. പലപ്പോഴും മിക്ക മനുഷ്യർക്കും ദൈവം എന്നത് ഒരു അഭയകേന്ദ്രമായിരിക്കും. അത്തരത്തിൽ പലർക്കും പലതായിരിക്കും അവരുടെ അഭയകേന്ദ്രം. ടീച്ചറോട് ഒരു വ്യക്തി എന്ന രീതിയിൽ ചോദിച്ചാൽ ടീച്ചർക്ക് എന്താണ് ഒരു അഭയകേന്ദ്രമായിട്ടുള്ളത്? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഭയകേന്ദ്രം, ഒരു ആത്മീയമായ അഭയകേന്ദ്രം വേണ്ടതുണ്ട് മനുഷ്യർക്ക് എന്ന് കരുതുന്നുണ്ടോ? ഇറ്റ് ഡിപ്പെൻസ്. എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരിലാണ് എൻ്റെ പ്രതീക്ഷ എന്ന് തന്നെ എനിക്ക് ഉറക്കെ പറയാം. ഒരാളുടെ വേദന മനസ്സിലാക്കാൻ, ഒരാളുടെ കണ്ണുനീരൊപ്പാൻ മറ്റൊരു മനുഷ്യനെ മറ്റൊരാൾക്ക് കഴിയൂ എന്നാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് ഞാൻ ഇടപഴകുന്ന എൻ്റെ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളതും. ഞാൻ ആത്യന്തികമായിട്ടൊരു ശാസ്ത്ര അധ്യാപികയാണ്. ഇന്ന് വരെ ഈ ഭൂമിയിലുണ്ടായിട്ടുള്ള എല്ലാത്തിനും ശാസ്ത്രത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു വിശദീകരണമുണ്ട്. അപ്പോൾ മനുഷ്യനിലും ശാസ്ത്രത്തിലും പ്രതീക്ഷയുള്ള ഒരു സമൂഹം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് എന്താ പറയുക, നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഒന്നിനും ഒരു വിമർശനമല്ല ഞാൻ എൻ്റെ നിലപാടാണ് പറയുന്നത്. ശാസ്ത്രബോധമുള്ളൊരു തലമുറയിലാകണം നമ്മുടെ പ്രതീക്ഷ. ഇനിയും നശിച്ചിട്ടില്ലാത്ത മനുഷ്യത്വത്തിലാവണം നമ്മുടെ പ്രതീക്ഷ. ടീച്ചറുടെ ആ കവിത എങ്ങനെയാണ്? ആരു പറഞ്ഞു ഞാൻ അരൂപിയെന്ന്, അമരനെന്ന്, അമാനുഷനെന്ന്, അഴകനെന്ന്, സുഭിക്ഷനെന്ന്, സുഗന്ധമെന്ന്, സ്വജനപ്രിയനെന്ന്, സസ്യഭോജിയെന്ന്, സ്ത്രീവിദ്വേഷിയെന്ന്. എനിക്ക് വക്താക്കളില്ലായിരുന്നു, വാഗ്ദാനങ്ങളും. ആണും പെണ്ണും അപരനും അഴുക്കും അഴകും അളവുകോലും കറുപ്പും വെളുപ്പും വെളിപാടും മൊഴിയും വഴിയും വഴിപാടും അകലവും അടുപ്പവും ആൺകോയ്മയും നിർവചിച്ചതും നിയമിച്ചതും നിരോധിച്ചതും നിഷേധിച്ചതും നിരീക്ഷിച്ചതും നിക്ഷേപിച്ചതും നീ മാത്രമായിരുന്നു. മനോഹരമാണ് കവിത. ടീച്ചർ, കുടുംബം എങ്ങനെയാണ് ടീച്ചറെ ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ നിലനിൽക്കുന്നതിന് സഹായിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കുടുംബവും ടീച്ചറും പരസ്പരം ഇടപെടുന്നത് ഒരു കവി എന്ന രീതിയിൽ? ഈ കുടുംബം തീർച്ചയായിട്ടും അതൊരു വലിയ ഇന്ധനമാണ്, നമുക്ക് വലിയൊരു ഊർജ്ജമാണ്. എൻ്റെ ജീവിത പങ്കാളിയാണെങ്കിലും, പിന്നെ മകൻ, പിന്നെ കുടുംബത്തിലാണെങ്കിലും എൻ്റെ അച്ഛൻ, അനുജന്മാർ, നമ്മൾ മുളച്ചു വന്ന കുടുംബവും വീടും പറിച്ചു നട്ട വീടും രണ്ടും ഒരുപോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ടതാണ്. എൻ്റേതായിട്ടുള്ള ഈ ചെറിയ ഒരു സാഹിത്യ വഴികളിൽ, എളിയ വഴികളിൽ തീർച്ചയായിട്ടും വളരെ കരുത്തും ഊർജ്ജവും എനിക്ക് തന്നിട്ടുള്ള എൻ്റെ കുടുംബം തന്നെയാണ്. അത് വളരെ എല്ലാവർക്കും അങ്ങനെ ആവുമെന്ന് നമുക്കറിയില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കുടുംബം നൽകുന്ന ഊർജ്ജം വളരെ വലുതാണ്. തൃശ്ശൂരിൽ നിന്നാണ് ടീച്ചർ വരുന്നത്? അതെ, തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ ഗുരുവായൂരാണ്. ഗുരുവായൂരിൽ നിന്ന് 4 കിലോമീറ്ററിനുള്ളിൽ കുരഞ്ഞിയൂർ എന്ന് പറയുന്ന സ്വദേശം. എൻ്റെ വീട് കുനമുച്ചി എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഗുരുവായൂർ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്നു ഒരു വളരെ സുന്ദരമായൊരു ഗ്രാമം. ഇന്ന് ആ ഗ്രാമം അത്ര സുന്ദരം എന്ന് പറയാൻ പറ്റില്ല, കാലങ്ങളുടെ ഒരു മാറ്റം ഉണ്ടല്ലോ. പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് ഒത്തിരി വർഷങ്ങളായി. പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് ഒരു 14 വർഷത്തോളമാവുന്നു. ടീച്ചർ, ഇനിയും ഒരുപാട് നല്ല കവിതകൾ ഉണ്ടാവട്ടെ. ആർജവമുള്ള, നിലപാടുള്ള, രാഷ്ട്രീയ ബോധ്യമുള്ള ഒരുപാട് കവിതകൾ അത് സമൂഹത്തിന് ആവശ്യമുണ്ട്. അക്ഷരപ്പുലരിയിലേക്ക് വന്നതിന് ഒരുപാട് നന്ദി, സന്തോഷം.